ഈ വീണ തൈക്കണ്ടിയുടെ വീടിന് മുന്നിലെ ഇ ഡി ആക്രമണം നമ്മൾ വിചാരിച്ചിടത്തൊന്നും നിൽക്കത്തില്ല. നമ്മളങ്ങ് ഇറങ്ങുകയല്ലേ എന്ന് ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ ഇപ്പം പലർക്കും. അത് നിസ്സാരമെന്ന് കരുതിയാണ് ഇവർ ഈ ആക്രമണത്തിന് തുനിഞ്ഞത്. കൂടി വന്ന ഒരു 2 ആഴ്ച റിമാൻഡിൽ കിടക്കും, 14 ദിവസം. അത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് കൂളായിട്ട് ഊരിപ്പോരാം എന്നാണ് നേതാക്കളും അണികളും കരുതിയത്. പക്ഷേ 50 ദിവസമായി. 50 ദിവസമായി ഇവരെല്ലാം ജയിലിൽ കിടക്കുകയാണ്. ഈ പിണറായി വിജയനോ ഗോവിന്ദ മാഷ് ഉൾപ്പെടെ ഒറ്റയാണ് അവരെ തിരിഞ്ഞു പോലും നോക്കിയിട്ട് ജയിലിൽ കിടക്കുന്നത്. ഇന്നലെ 7 പേരുടെ ജാമ്യാപേക്ഷയാണ് കോടതി വന്നത്. കോടതി വന്നപ്പോൾ കോടതി പറഞ്ഞത് എന്താണ്? കേസിൻ്റെ അന്വേഷണം നടക്കുകയാണ്, ഇവരെ വിടാൻ പറ്റില്ല, അപ്പോൾ ഇവർക്ക് ജാമ്യം കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രതിഭാഗം വക്കീൽ. പക്ഷേ പ്രോസിക്യൂട്ടർ ഉണ്ടല്ലോ, സർക്കാർ പ്രോസിക്യൂട്ടർ ഗംഭീരമായിട്ട് ഇന്നലെ വാദിച്ചു. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ബംഗാളിൽ ഇ.ഡി. ഉദ്യോഗസ്ഥനെ ആക്രമിച്ച ആൾ 2.5 കൊല്ലമായി ജയിലിലാണ്. ആണ്, അവിടുത്തെ വലിയ നേതാവാണ്, കൂടിയ നേതാവാണ്. അതെ, 4 തവണ കൽക്കട്ട ഹൈക്കോടതി അയാളെ ജാമ്യാപേക്ഷ തള്ളിയത്. അപ്പം ആ സ്ഥിതിക്ക് ഇവർക്കും ജാമ്യം അനുവദിക്കാൻ പാടില്ല. കേന്ദ്ര ഏജൻസിയാണ് അവരെ കൊല്ലാൻ ശ്രമിച്ച കേസ്. കൊല്ലാൻ ശ്രമിച്ചത് തെളിവില്ല എന്ന് ഇവർ പറഞ്ഞു. അപ്പോൾ കോടതി കൊല്ലാൻ ശ്രമിച്ച തെളിവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരു കേന്ദ്ര ഏജൻസിയാണ്, ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര ഡ്യൂട്ടിയായിരുന്നു അവർ ഓൺ ഡ്യൂട്ടിയാണ്, അവർക്കെതിരെ ഉണ്ടാക്കിയ ഈ ഒരു സംഭവം. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവർക്ക് ജാമ്യം നൽകാൻ പറ്റില്ല എന്നാണ് കോടതി പറഞ്ഞത്. ഇപ്പം ഇന്നലെ 7 പേരുടെ ജാമ്യാപേക്ഷയാണ് കോടതിന് മുന്നിൽ. ഒരാൾ മാത്രമാണ് ഊരി പോയിട്ടുള്ളത്. അത് അപ്പീലിൽ ശരിയാവും. അതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. ഇനി അയാളുടെ ജാമ്യം ഒന്നും റദ്ദാക്കത്തില്ല, അയാൾ മാത്രം രക്ഷപ്പെട്ടു. ഇവരെപ്പോൾ ഇറങ്ങുമെന്ന് പറയാൻ പറ്റത്തില്ല. ഈ IP ബിനുവിനെ പോലെയുള്ള ആൾക്കാർ എന്തോ നല്ല അസുഖങ്ങളൊക്കെ ഉള്ളവരാണ്, ഈ പലതരം ശാരീരിക പ്രശ്നങ്ങളുള്ളതാണ്. ഇവരുടെ കണക്കുകൂട്ടൽ ഇത്രയേ ഉള്ളായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഓളം ഉണ്ടാക്കുക, ആളെ ആക്രമിക്കുക, അവരെ ആക്രമിക്കുക, 2 ആഴ്ച ജയിലിൽ കിടക്കേണ്ടി വരും. ഇതിപ്പോൾ 2 മാസമാകാൻ പോകുന്നു. ഇത് 3 മാസമോ 4 മാസമോ ഇനി ഇവർ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ കുറ്റപത്രവും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിടക്കത്തേ ഉള്ളൂ. സംഗതി ക്ലീൻ. ഇത് ഈ മാത്രമല്ല, ഇപ്പം പുറത്തു വരുന്നൊരു വാർത്ത, നേതാക്കന്മാരുടെ ഫോൺ നമ്പറിനെ കുറിച്ചുള്ള സെർച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആരെയൊക്കെ ബന്ധപ്പെട്ടു. കാരണം നമ്മളെല്ലാവരും അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ ആക്രമണം നടത്തിയെന്ന് പറഞ്ഞ് ഇവരെയൊക്കെ പിടിച്ച് അകത്തിടുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന നേതാക്കന്മാരെ കേസെടുത്തിട്ടില്ലല്ലോ. അല്ല, ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ ഇത്രയും ആളവിടെ കൂടി? ഇന്നലെ ഡൽഹിയിൽ പറഞ്ഞതുപോലെ കോൺഗ്രസിന് സമരം നടക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ എല്ലാവരുടെ പേര് കേസെടുത്തിട്ടുണ്ട് അവർ. എന്നിട്ട് ഇവിടെ വന്നു നിന്നാൽ ഈ ആരുടെ പേര് കേസില്ല. ഇവർ ഈ ചുരുങ്ങിയ സമയത്ത് ഇത്ര ആളെ എങ്ങനെ കൂട്ടി? അതുകൊണ്ട് തന്നെ ജില്ലയിലെ നേതാക്കളുടെ മുഴുവൻ ടെലിഫോൺ കോളുകൾ പരിശോധിക്കുകയാണ്. അവരുടെയൊക്കെ CDR എടുത്തിട്ടുണ്ട്. ഈ ഇ.ഡി. വന്ന സമയം, ഇവർ പ്രതിഷേധത്തിന് വന്നതെപ്പോൾ, അതിനുശേഷം ഇവർ തമ്മിലുള്ള ഒരു ആരെയൊക്കെ ബന്ധപ്പെട്ടു, എത്ര സമയം നീണ്ടു, ഓരോ ഫോൺ കോൾ എത്ര സമയം ഉണ്ടായിരുന്നു, അങ്ങനെ വന്ന് ഈ പറയുന്ന ശിവൻകുട്ടി, അതുപോലെ ജോയി MLA ആണ്, കടകംപള്ളി, അങ്ങനെ ഈ ജില്ലയിലെ നേതാക്കളെ പ്രതികളാക്കാനാണ് ശ്രമം. ഇതിനകത്ത് MP ഗോവിന്ദനെ ഒഴിവാക്കുമെന്ന് തോന്നുന്നു. ബാക്കി എല്ലാ ആൾക്കാർക്കും വിട്ട് പണി വരാൻ എനിക്ക് തോന്നുന്നത്. ഇപ്പം ജില്ലയിലെ കാര്യം ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ഇടപെടേണ്ട കാര്യമില്ല, ആളെ വിളിച്ചു വിടാൻ ജില്ലാ നേതാക്കൾ തന്നെയായിരിക്കും അതിന് മുൻകൈ എടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിനകത്തെ യാഥാർത്ഥ്യം എന്താണ്? ഈ സത്യത്തിൽ ഇവരെ എല്ലാം കുടുക്കിയത് ബിനീഷ് കോടിയേരിയുടെ നേതൃത്വത്തിൽ വന്ന ഈ ഒരു സംഘമാണ്. 25 പേരാണ് ജയിലിൽ കിടക്കുന്നത്. ഈ ഒരു സംഘമാണ് ഇതിനകത്ത് സമാന്തരമായിട്ടാണ് ഇവന്മാർ ഈ പണി ഒപ്പിച്ചിരിക്കുന്നത്. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ബിനീഷ് കോടിയേരി പുറത്താണ്. പക്ഷേ ഈ പിണറായി വിജയൻ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വേറൊരു കോമഡി. അപ്പോൾ നമ്മളങ്ങ് ഇറങ്ങിയല്ലേ എന്നല്ല ചോദിച്ചത്. അല്ല, അന്നേരം ഇയാൾ ഇത് ചിന്തിക്കുന്നില്ല, ഇവന്മാർ അക്രമം ഉണ്ടാക്കുമെന്ന് ചിന്തിക്കുന്നില്ല. ഈ അക്രമം ഉണ്ടാക്കിയത് ഇവരുടെ പ്ലാനിലുള്ളതല്ലായിരുന്നു. ഇത് പുറത്തു നിന്നുള്ള സമാന്തര പരിപാടിയായിരുന്നു. പണി കൊടുത്ത് തന്നെയാണത്. അതുകൊണ്ടാണ് അന്ന് തന്നെ ഇവർക്ക് കാര്യം മനസ്സിലായി. ഈ അക്രമം നടന്ന അന്ന് തന്നെ കാര്യം മനസ്സിലായി. അതുകൊണ്ടാണ് നേതാക്കൾ പറഞ്ഞത്, ഞങ്ങൾ പ്രതികളെ എത്തിക്കാം. അത് തന്നെയാണ് ഇപ്പോൾ വലിയ കുരിശായിരിക്കുന്നത്. എന്താണെന്നറിയാമോ? ഞങ്ങൾ പ്രതികളെ എത്തിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് സംഭവത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. ഞങ്ങൾ എന്നാണ് പറഞ്ഞു വെച്ചത്. മാത്രമല്ല അന്നത്തെ പോലീസിൻ്റെ പെരുമാറ്റം കാണില്ലേ, ഒന്ന് വിട്ടു തരാമോ, ഒന്ന് ആരെങ്കിലും ഒന്ന് ആളെ തരാമോ എന്നൊക്കെ ഇവർ അങ്ങോട്ടും ദയനീയമായിട്ട് ചോദിക്കാണ്. ശിവൻകുട്ടി സംഘം റെഡിയായിട്ട് നിൽക്കാണ് അവിടെ. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പം പോലീസ് ഓടി നടക്കുന്നു ഇവരെ എങ്ങനെ കൊടുക്കാമെന്നുള്ളത്. കാരണം അതിശക്തമായ സമ്മർദ്ദമുണ്ട്. മാത്രമല്ല ഇ.ഡി. കക്ഷി ചേർന്ന് കഴിഞ്ഞല്ലോ കേസിൽ. ഇ.ഡി. കക്ഷി ചേർന്നു. മാത്രമല്ല ഇനി ഇ.ഡിയുടെ വലിയ നീക്കങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ സ്വപ്ന സുരേഷ് രംഗത്തിറങ്ങിയിട്ടുണ്ട്. സ്വപ്ന സുരേഷ് രംഗത്തിറങ്ങിയിട്ട് പറയുന്നു, ഇതിൻ്റെ പിന്നിലെല്ലാം ശിവശങ്കരനാണ് എന്നാണ് അവർ പറയുന്നത്. അത് ശിവശങ്കരൻ ആണെന്ന് പറഞ്ഞാൽ അത് ആർക്ക് വേണ്ടിയാണ്? അത് പിണറായി വിജയന് വേണ്ടിയാണ് എന്നുള്ളത് അവർ തുറന്ന എല്ലാ ചാനൽ അഭിമുഖങ്ങളിലും വന്ന് പറയുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ എക്സാലോജി കേസിനകത്തെ യഥാർത്ഥ കക്ഷി എന്ന് പറയുന്നത് ഈ ശിവശങ്കരനാണ് ഈ IT കമ്പനി തുടങ്ങാൻ പിണറായിയുടെ മകളെ പ്രേരിപ്പിക്കുന്നതും, എന്നിട്ട് ഈ IT കമ്പനി വഴി കോഴ മേടിക്കാൻ പിണറായിയോട് ഉപദേശിക്കുന്നതും എല്ലാം ശിവശങ്കരനാണെന്ന് ഇ.ഡിക്ക് ഓൾറെഡി വിവരം കിട്ടിക്കഴിഞ്ഞു. ഒരിക്കലും പിടിവിടില്ല എന്നുള്ളൊരു അമിത ആത്മവിശ്വാസം തന്നെയാണ് ഇതിലൊക്കെ ഇവരെ മനസ്സിലാക്കിയതെന്ന് പറയേണ്ടി വരും.
ശിവശങ്കരൻ കരുതിയത് പിണറായി വിജയൻ വളരെ സർവ്വശക്തനാണ്, അയാളുടെ കീഴിൽ എന്ത് തോന്നിവാസവും കാണിക്കുക. ഇവിടെ ആര് ചോദിക്കാനാണ്? ഞങ്ങളല്ലേ ഭരിക്കുന്നത്, ആര് ചോദിക്കാനാണ്? അടുത്ത് നമുക്ക് തന്നെ ഭരണം കിട്ടും. ഈ എല്ലാ പൈസയും കൂടെ കൊണ്ട് വിദേശ രാജ്യത്തെങ്ങാനും പോയി സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്നൊക്കെ ശിവശങ്കരൻ കരുതി കാണും. അപ്പോൾ എന്താണെങ്കിലും ഈ ED ആക്രമിക്കാനെത്തിയ ഈ നേതാക്കന്മാരുടെ വീട്ടുകാരുടെ കാര്യമാണ് കഷ്ടം. നേതാക്കളുടെ അല്ല, അണികളുടെ. കാരണം ഇവരെല്ലാം ചിലപ്പോൾ വീട്ടിൽ പാർട്ടി വല്ല ചിലവരങ്ങനെ എത്തിക്കുമായിരിക്കും. അല്ലാത്തവർക്ക് സ്വന്തം കച്ചവടമുള്ള ഇഷ്ടംപോലെ ആളുണ്ട് ഈ കൂട്ടത്തിൽ. ഇപ്പോൾ ആളെ മാർക്കറ്റൊക്കെ സ്വന്തം വകയാക്കി വെച്ചിരുന്ന ആളൊക്കെയാണ് ഇവർ പലരും. പൈസയെ കാണുമായിരിക്കും. പക്ഷേ എങ്കിൽ പോലും ഈ പറഞ്ഞതിൽ ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ള ആളാണ് ജയിലിൽ കിടന്ന് ഈ ജയിലിൽ കിടന്നിട്ടുള്ള നമ്മളെ പല സുഹൃത്തുക്കൾ പറയും അത് 2-3 ദിവസമൊക്കെ ഒരു എത്രയിലാണ് എല്ലാവരും കൊണ്ട് രസമാണ് പോകണം. അത് കഴിയുമ്പോൾ പിന്നെ ഭയങ്കര ഭീകരമായ വിരസതയാണിത്. ഇത് ചില നേതാക്കന്മാരുടെ ഭാര്യമാർ മുഷ്ടി ചുരുട്ടി ലാൽസലാം വിളിച്ചിട്ടാണ് ഭർത്താക്കന്മാരെ അങ്ങ് ജയിലിലോട്ട് വിട്ടത്. പട ഒരു തീഴവൻ പോയി വരൂ പ്രിയനെ എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തർ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ടാണ് വിട്ടത്. സ്വാതന്ത്ര്യ സമരത്തിന് ആൾ പോകുമ്പോൾ അതെ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ പക്ഷേ ഇപ്പം ഇല്ല, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാര്യം കാലാപാനി സിനിമയിൽ ഗോവർദ്ധനെ കാത്തിരിക്കുന്നുണ്ടല്ലോ, മീനാക്ഷി എന്താ നടിയുടെ പേര്, അങ്ങനെ ഇതുപോലെ ഇപ്പം കാത്തിരിക്കുക. ഇന്ന് വരും നാളെ വരും, ഇന്ന് ജാമ്യാപേക്ഷ വഴി ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞൊരു തോന്നലേ ഉള്ളൂ. കിട്ടുന്നില്ല. എന്താണ്? പിടിവിട്ടു പോയി. ഈ മുഷ്ടി ഉരുട്ടി അഭിവാദ്യം അർപ്പിച്ചവരൊക്കെ ഇപ്പോൾ ഇവിടെ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. അത് അന്നേ നമ്മൾ ചൂണ്ടിക്കാണിച്ചാണ്. അല്ല, ഈ നേതാക്കന്മാരാരെങ്കിലും മാഷോ പിണറായി ആണെങ്കിൽ അവർ ആ മക്കളെ ഇതിന് ഇറക്കിയിട്ടുണ്ടോ? കടമ്പള്ളി സുരേന്ദ്രനോ പി ജോയിയോ ശിവൻകുട്ടിയോ ആരെങ്കിലും സ്വന്തം മക്കളെ വിളിച്ചിട്ട് അല്ല മക്കളെ എല്ലാവരും മര്യാദ നിങ്ങളും കൂടെ നിന്ന് അവിടെ നേരത്തെ കൂടെ ആരെങ്കിലും പറയും? അവരെ മക്കൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അല്ല, ഇത് മനസ്സിലായില്ലേ? പിണറായി പറഞ്ഞിട്ടൊന്നുമല്ല ഇവർ ഇറങ്ങിയത്. ഈ ഇറങ്ങി വന്നത് ഒരിക്കലും ഗോവിന്ദൻ മാഷോ പിണറായിയോ ശിവൻകുട്ടിയോ ജോയിയോ പറഞ്ഞിട്ട് വന്നവരല്ല. ഈ വന്നവർ സമാന്തര സർവീസാണ്, പാരലൽ സംവിധാനമാണ്. അവർ വന്നത് ഇതേ ലക്ഷ്യത്തോടു കൂടിയാണ്. ഇവിടെ കയറി അടിയുണ്ടാക്കുക, പിണറായിയെ കൂടുതൽ കൊടുക്കുക എന്ന ലക്ഷ്യത്തോട് തന്നെയാണ് വന്നത്. പക്ഷെ ഞങ്ങൾ സ്വയം കുടുങ്ങും എന്ന് അവർ ചിന്തിച്ചില്ല ആ സമയത്ത്. അതുകൊണ്ട് തന്നെ ബിനീഷ് കോടിയേരിയൊക്കെ ഇപ്പൊ കൈകാലിട്ടടിച്ച് ഓട്ടമാണ്. അയാളുടെ അനുയായികളാണ് മൊത്തം വന്ന് കയറി കിടക്കുന്നത്. ബിനീഷ് കോടിയേരി നാളെ പിടിച്ചുവിടുന്നില്ലല്ലോ. അതെ, ഇതിന്റെ യഥാർത്ഥ സൂത്രധാരൻ എന്നുള്ള നിലയിൽ പിടിക്കാവുന്നത് ബിനീഷ് കോടിയേരിയാണ്. അപ്പോൾ അയാളെ പിന്നെ അയാളുടെ റൈറ്റ് IP ബിനു ആരാണ്? IP ബിനു എന്ന് പറഞ്ഞാൽ ബിനീഷ് കോടിയേരി ആണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ CPM നേതാക്കളെ ശരിക്കും ഈ കുഴിയിലേക്ക് ചാടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവർ പെട്ടിരിക്കുന്നത്. ഇവരുടെ മനസ്സറിഞ്ഞുള്ളതല്ല അത്. കാരണം കടകംപള്ളി സുരേന്ദ്രനൊക്കെ ആദ്യമേ ഇവിടെ പറയുന്നു ആരും പലവണ്ണം നമ്മൾ കണ്ടതാണ് വിഷയത്തിൽ സമാധാനം പാലിക്കണമെന്ന് പറയുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? പിടിവിട്ടുപോയി. ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്താണെങ്കിലും ഇപ്പോൾ ജാമ്യം കിട്ടാതെ നിലവിളിക്കുകയാണ്. 50 ദിവസമായി. വീട്ടുകാർക്കും ഇപ്പോൾ തോന്നി തുടങ്ങി. കാരണം വീടിൻ്റെ ചിലപ്പോൾ ഏണിംഗ് മെമ്പർ ആയിരിക്കും. അതെ, ഈ അകത്ത് കിടക്കുന്നവൻ ഏണിംഗ് മെമ്പർ ആയിരിക്കും. പിണറായി വിജയൻ അടക്കം ആരും തിരിഞ്ഞു നോക്കുന്നില്ല, പാർട്ടി തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു ചെറുക്കൻ്റെ കാർ തല്ലി പൊട്ടിച്ചിട്ട് അവൻ്റെ കാർ നന്നായി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവസാനം അത് വേറെ അർത്ഥത്തിൽ എടുക്കുമെന്നും പറഞ്ഞ് മുങ്ങിയവന്മാരാണ്. യുവമാർ വീട്ടിൽ ചെലവിന് കൊടുക്കുന്നൊക്കെ ദൈവത്തിനറിയാം. പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു. പാർട്ടി എന്തെങ്കിലുമൊക്കെ അവർ വീട്ടുകാരൊക്കെ അന്വേഷിക്കുമായിരുന്നു. ഇതൊക്കെ കണക്ക് തന്നെ, കാലം മാറിപ്പോയില്ലേ. എന്തായാലും ഇതുപോലൊരു പറ്റ് സഹാക്കന്മാർക്ക് ഇനി പറ്റാനില്ല. ഇനി ഒരു സിനിമയിൽ ഇന്നസെന്റ് പറയുന്നുണ്ട്, ആദ്യം മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് നീയൊക്കെ വെള്ളം മോഷ്ടിക്കുക അല്ലേടാ എന്ന് ചോദിക്കും. അടി കിട്ടി കഴിയുമ്പോൾ പുള്ളി തിരിച്ചു പറയുന്നുണ്ട്, മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് എത്ര വെള്ളം വേണേലും, വാളയാറ് കഴിഞ്ഞ് എത്ര തമിഴന്മാർ വേണേലും കേരളത്തിലോട്ട് വന്നു എന്ന് പറഞ്ഞ പോലെ ഇനി പിണറായി വിജയനെ ഇടി പിടിച്ചുകൊണ്ട് എത്ര വേണേ പൊക്കോ, പിണറായി വിജയൻ്റെ മകളുടെ സ്വത്ത് എത്ര വേണേ കണ്ടു കെട്ടിക്കോ, ഞങ്ങളാരും ഒരു കുഴപ്പത്തിനും വരത്തില്ല എന്നുള്ള അവസ്ഥയിലേക്കായി. ഏതാണ്ട് ആ രീതിയിലാക്കിയതിന് ശേഷമായിരിക്കും ബാക്കി ഓപ്പറേഷൻ പിണറായി വിജയൻ ഇവിടെ നടപ്പാക്കുക.